Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏതായാലും ഇന്നും നമ്മൾ ആദ്യം കടക്കുന്നത് ഡൽഹിയിലേക്ക് തന്നെയാണ്. സ്വാതി മലിവാൾ സംഭവത്തിൽ പ്രതികരണങ്ങൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ചായക്കോപ്പയ്ക്കുള്ളിലെ കൊടുങ്കാറ്റ് ആം ആദ്മി പാർട്ടിയെ ശ്വാസം മുട്ടിക്കുന്ന കാഴ്ച തന്നെയാണ് ഈ അഞ്ചാം ഘട്ട പ്രചാരണം അവസാനിച്ചിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. മർദ്ദിച്ചു എന്ന സ്വാതി മലിവാളിന്റെ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാർ ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു. അപ്പോഴും വിവാദങ്ങൾ തീരുന്നില്ല. മലിവാൾ ഉയർത്തുന്ന ആരോപണങ്ങൾ അതേപടി നിൽക്കുന്നു. ആം ആദ്മി പാർട്ടി ഭിബവിന്റെ ഭീഷണിയിലാണെന്ന് സ്വാതി ആരോപിക്കുന്നു. ഭിബവ് അറസ്റ്റിലായാൽ കെജ്രിവാളിന്റെ എല്ലാ വിവരങ്ങളും പുറത്തുവിടുമെന്ന് ഭീഷണിയുണ്ടെന്ന് വരെ സ്വാതി പറഞ്ഞിരുന്നതാണ്. എന്നാൽ കെജ്രിവാളിന്റെ വസതിയിൽ നിന്ന് സ്വാതി മലിവാൾ പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവിടുകയായിരുന്നു ആറസ്റ്റിന് പിന്നാലെ AAP ചെയ്തിരിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്വാതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന വാദം ആവർത്തിച്ചിരിക്കുകയാണ് AAP. ഏതായാലും പരാതിയിൽ കെജ്രിവാൾ എന്തുകൊണ്ട് ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി BJP നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. കെജ്രിവാൾ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഈ വിഷയം പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുന്നു. അപ്പോഴും പോളിംഗ് ബൂത്തിലേക്ക് ആൾക്കാർ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഈ വിഷയത്തിൽ പരമാവധി ഇതൊരു ആയുധമാക്കാൻ BJP ശ്രമിക്കുന്നുണ്ട് എന്ന് ആം ആദ്മി ആരോപിക്കുകയാണ്. അതിപ്പോൾ ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇത് ആം ആദ്മി പാർട്ടിയെ ഒരല്പം പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണ്ട അല്പമല്ല, വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ BJP അതിൽ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുമായിരിക്കും. ഇപ്പോൾ നിർമ്മല സീതാരാമനെ പോലുള്ളവരൊക്കെ പ്രസ്താവനകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റു പല നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വളരെ രസകരമായൊരു കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? പവൻ ഖേര എന്താണ് പറയുന്നത്? സ്ത്രീകൾ മർദ്ദനമേറ്റാൽ ഞങ്ങൾ അവർക്കൊപ്പം നിൽക്കാനാണ് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണ ഈ വിഷയത്തിൽ ആം ആദ്മി പാർട്ടിക്കില്ല. മാത്രമല്ല, ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്ന് പരിശോധിക്കുകയായിരുന്നു. ഈ മെഡിക്കോ ലീഗൽ സർട്ടിഫിക്കറ്റ് എയിംസിൽ നിന്നാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി പറയുന്നു, ബ്രൂസീസ് ഓവർ പ്രോക്സിമൽ ലെഫ്റ്റ് ലെഗ്. അതിൻ്റെ വിസ്തീർണമൊക്കെ പറയുന്നുണ്ട്. 3x2 സെൻറ്റിമീറ്റർ. റൈറ്റ് ചീക്കിന് താഴെ അവിടെയും 2x2 സെൻറ്റിമീറ്റർ. അപ്പോൾ ബ്രൂസീസ് എന്ന് പറഞ്ഞാൽ ഈ രക്തം കല്ലിച്ച് കിടക്കുന്ന സാഹചര്യം. അപ്പോൾ അവർ പറഞ്ഞതിൽ അതിന് ഒരു ശാരീരികമായൊരു തെളിവുണ്ട്. അവർക്ക് അടിയേറ്റു അല്ല, ഈ സംഭവം ആം ആദ്മി പാർട്ടി നിഷേധിച്ചിട്ടൊന്നുമില്ലല്ലോ. ഈ സംഭവം നിഷേധിച്ചിട്ടില്ല. പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ പോയി, അതാണ് വിഷയം. ആ ഒരു വിഷയം അത് ഇപ്പോൾ ഒരു സ്ത്രീക്കൊപ്പം നിൽക്കുക എന്ന് തന്നെ വളരെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം തന്നെ. അപ്പോഴും ഇതിനകത്ത് വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മാറിയൊരു രാഷ്ട്രീയ സാഹചര്യം. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വരിക, വളരെ നിശ്ചിതമായിട്ട് വിമർശനം BJPക്കെതിരെ ഉന്നയിക്കുക, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉന്നയിക്കുക, അങ്ങനെ കെജ്രിവാളിനെ അവഗണിക്കാം, ഈ പ്രസ്താവനകളെല്ലാം അവഗണിക്കാം എന്നുള്ളൊരു നിലപാടാണ് തങ്ങൾ എടുക്കുന്നതെന്ന് BJP ആദ്യം പ്രഖ്യാപിക്കുക. പക്ഷേ വരും ദിവസങ്ങളിൽ അമിത്ഷായ്ക്ക് മറുപടി പറയേണ്ടി വരിക, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടി പറയേണ്ടി വരിക. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം ജയിലിന് പുറത്തിറങ്ങിയ കെജ്രിവാൾ ഒരു വിഷമവൃത്തത്തിൽ BJP ആക്കിയൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ അത് മറികടക്കാൻ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം കൊണ്ടുവരാൻ, ഇതൊന്ന് പരിഹരിക്കാൻ BJP മറ്റെന്തെങ്കിലും ഒരു വഴി നോക്കിയേക്കും എന്ന് സ്വാഭാവികമായിട്ട് തോന്നില്ലേ? അല്ല, അങ്ങനെ സ്വാഭാവികമായി നോക്കിയാണെങ്കിൽ ഈ പരിക്കെങ്ങനെ ഇവർക്ക് പറ്റി? ഇനി ആരാണ് ഈ സ്വാതി മാലിവാൾ? ആ വിഷയം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവർ പിന്നെ ഒരു IT രംഗത്ത് ഒരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഈ സ്വാതി മാലിവാൾ നേരെ കെജ്രിവാളിൻ്റെ പരിവർത്തൻ എന്ന ഈ സംഘടനയിൽ ചേരുകയാണ്. സാമൂഹ്യ പ്രവർത്തകയാകാനുള്ള ആഗ്രഹമാണ് ആദ്യഘട്ടത്തിൽ തന്നെ അവർ പ്രകടിപ്പിക്കുന്നത്. തൻ്റെ MIT കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉടനെ ഒരു ജോലി അന്വേഷിച്ചല്ല അവർ പോകുന്നത്. ഇതുപോലെ ഒരു സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് അവർ വരുന്നു. മനീഷ് സിസോദിയയ്ക്കൊപ്പം, അരവിന്ദ് കെജ്രിവാളിനൊപ്പം ഇത്തരം ഒരു സംഘടനയുടെ ഭാഗമാകാൻ അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ തയ്യാറാകുന്നു. അതിനുശേഷം
ഈ ഇതിന് ശേഷം ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ വലിയ പരിപാടിയിൽ അവർ ഭാഗമാക്കാം. ആ സമരം വലിയ തോതിൽ നയിക്കും. പിന്നെ നോക്കൂ, അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്കെടുക്കാം. എന്തൊക്കെയാണ് അവർ പിന്നീട് രാഷ്ട്രീയ രംഗത്ത് ചെയ്തിട്ടുള്ളത്. അവരുടെ പൊതു രംഗത്തുള്ള പ്രവർത്തനം നോക്കുമ്പോൾ ഡൽഹി വിമൻസ് കമ്മീഷൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷയാണ്. 1,70,70,000 കേസുകൾ, ബലാത്സംഗം, കുടുംബത്തിനകത്തുള്ള സ്ത്രീകൾ നേരിടുന്ന പീഡനം, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിന് ഒരു വലിയ ട്രാക്ക് റെക്കോർഡുള്ളൊരു സ്ത്രീയാണ് ഈ സ്വാതി മാലിവാൾ. അതോടൊപ്പം തന്നെ അവർ നിരവധി വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ഈ റേപ്പ് വിക്ടിംസിന് വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അതിൻ്റെ നിയമ നടപടികൾ വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള സമരങ്ങൾ, അതുപോലെ നിരവധി വിഷയങ്ങളിൽ ഈ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അവർക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള നിരാഹാര സമരങ്ങൾ, അതുപോലെ നിർഭയ ഫണ്ട് വളരെ കൃത്യമായി വിനിയോഗിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള അവരുടെ സമരങ്ങൾ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങൾ, അതോടൊപ്പം ഈ ബലാത്സംഗവും അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമവും തടയുന്നതിന് വേണ്ടി കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള സമരം. അങ്ങനെ ഒരു സമരം നടത്തിയ ഒരു സ്ത്രീയെ പറ്റിയാണ് വളരെ അങ്ങനെയാണെങ്കിൽ ഇതൊന്നും എതിർക്കുന്നില്ല. പക്ഷെ കൃത്യമായ ഈ ട്രാക്ക് റെക്കോർഡ് ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് വലിയ നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്ന BJPക്ക് അവകാശപ്പെട്ടതല്ല. ഇത് ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ്. ഗുസ്തി താരങ്ങളുടെ സമരം ഉണ്ടാകുമ്പോൾ അന്ന് സ്വാതി മാലിവാളിനെ കയ്യേറ്റം ചെയ്തത് ആരാണ്? കയ്യേറ്റം ചെയ്ത സമയത്ത് എവിടെയായിരുന്നു? ആ സമയത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാക്ക് റെക്കോർഡൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ലേ? അന്ന് സ്വാതി മാലിവാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ നേരെ ആക്രമണമുണ്ടായി എന്നുള്ള കാര്യത്തിൽ അന്ന് പ്രതിഷേധം ഉയർത്താമായിരുന്നില്ലേ? അതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആ സമയത്ത്. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ ആളുകൾ അതുപോലെ ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ പരാതി വന്നു, അദ്ദേഹത്തെ അല്ലെങ്കിൽ അയാളെ ഈ സ്ഥാനത്ത് പിന്നെ തുടരാൻ അനുവദിക്കരുതെന്ന് ആവശ്യം വന്നു. ഇത്തവണ സീറ്റ് നൽകിയില്ല. ഒട്ടനവധി വിഷയങ്ങൾ അത് സംബന്ധിച്ചുണ്ട്. പക്ഷേ അതൊന്നും ഒരു മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന് ഒരു രാജ്യസഭയിലേക്ക് ഉള്ള ഒരു MP തല്ലാനുള്ള ഒരു ന്യായീകരണമായി ഒരു കാരണവശാലും കണക്കാക്കാനറിയാമോ അവരെവിടെയാ ചവിട്ടിയതിന്റെ നമ്മളിപ്പോ ഈ പ്രോക്സിമൽ ഓഫ് ലെഫ്റ്റ് ലെഗ് എന്ന് പറയുന്നത് ഈ മുട്ടിന് താഴെ ചവിട്ടുക, അടിവയറ്റിൽ ചവിട്ടി, വയറ്റിൽ ചവിട്ടി, മുഖത്തടിച്ചു, അങ്ങനെ ഇതൊരു സാധാരണ വ്യക്തി പോലുമല്ല. അപ്പോൾ നോക്കൂ, ഒരു മുഖ്യമന്ത്രിയെ കാണാൻ ചെല്ലുന്ന ഒരു സാധാരണ വ്യക്തിയോട് ഇയാൾ എങ്ങനെയായിരിക്കും പെരുമാറുക? ഞാനിവിടെ പറയുന്നത് ഇതിലൊരു രാഷ്ട്രീയം, ഏതൊരു അക്രമത്തിൻ്റെ പുറകിലും അതിൻ്റെ രാഷ്ട്രീയം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതിലെ യഥാർത്ഥ വസ്തുത എന്തെന്ന് മനസ്സിലാക്കി കുറ്റവാളികൾ ആരായിക്കോട്ടെ അവർ ശിക്ഷിക്കണമെന്ന നിലപാടല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതിൽ BJP എന്ത്, ആം ആദ്മി പാർട്ടി എന്ത്, ഇതിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന ആളുടെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അവിടുന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാജ്യസഭാ MP പോവുകയാണ്. ആ പോകുന്ന സ്ത്രീയെ അവിടെ ഇട്ട് അടിക്കുക, അല്ലെ അതിനാരാണ് ഈ ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിക്ക് അധികാരം കൊടുക്കുന്നത്? അവരെന്തെങ്കിലും കുറ്റകൃത്യം മർദ്ദനത്തിന് ശേഷം, മർദ്ദനം എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിന് ശേഷം സ്വാതി മാലിവാൾ പുറത്തു വരുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പമാണ്. അതായത് ഈ മർദ്ദനം തന്നെ ഒരു ഗൂഢാലോചനയാണ് എന്ന തരത്തിൽ ആം ആദ്മി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ വിഷയം ഇതിന് ഒരുപക്ഷെ എനിക്ക് ചില വിയോജിപ്പുകൾ അതിനകത്തുണ്ട്. പക്ഷേ അപ്പോഴും ഒരു കാര്യം ശരിയാണ്, എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയത്തിനകത്ത് പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ മൈക്ക് സഞ്ജയ് സിംഗിലേക്ക് നീക്കി വെച്ചു കൊടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതിനാണ് നിർമ്മലാ സീതാരാമനൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചത്. ഇന്നും അരവിന്ദ് കെജ്രിവാൾ വാർത്താ സമ്മേളനത്തിൽ വരുമ്പോൾ BJPക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് പറയുന്നത് ആം ആദ്മി പാർട്ടി ഇനി ജയിൽ ഭാരോയിലേക്ക് കടക്കുകയാണ്, ജയിൽ നിറയ്ക്കാൻ പോകുകയാണ്. അതായത് ആം ആദ്മി പാർട്ടി നേതാക്കളെ ലാക്കാക്കിക്കൊണ്ട് ജയിലിൽ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നു. BJP ആസ്ഥാനത്ത് വെച്ച് പ്രതിഷേധ പരിപാടി പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ 12 മണിക്ക് ആം ആദ്മിയുടെ എല്ലാ നേതാക്കളും BJP ആസ്ഥാനത്തെത്തി അറസ്റ്റ് ആവശ്യപ്പെട്ടെന്ന് പറയുന്നു. അത് ഈ സമയത്ത് ഒരു ജയിൽ ഭാരോ ആഹ്വാനം ചെയ്യുന്നതിൻ്റെ പിറകിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന അറസ്റ്റ് കൂടിയുണ്ടോ? കൃത്യമായിട്ട് കെജ്രിവാൾ ഇന്നും ഈ വിഷയത്തിനകത്ത് സംസാരിച്ചിട്ടില്ല. നമുക്ക് കെജ്രിവാളിൻ്റെ ഒരു വാക്കുകൾ കേട്ടത് ശേഷം അതിലേക്ക് തിരികെ. नमस्कार, आप लोग देख रहे हो कि किस तरह से
आम आदमी पार्टी के पीछे पड़ गए हैं ये लोग। एक के बाद एक ये हमारे नेताओं को जेल में डालते जा रहे हैं। इन्होंने मेरे को जेल में डाल दिया, मनीष सिसोदिया को जेल में डाल दिया, सत्येंद्र जैन को जेल में डाल दिया, संजय सिंह को जेल में डाल दिया, आज मेरे पीए को जेल में डाल दिया। अब ये कह रहे हैं राघव चड्ढा अभी लंदन से लौटे हैं, कह रहे हैं राघव चड्ढा को भी जेल में डालेंगे। थोड़े दिन में कह रहे हैं सौरभ भारद्वाज को भी जेल में डालेंगे, आतिशी को भी जेल में डालेंगे। मैं ये सोच रहा था कि ये हम सब लोगों को जेल में क्यों डालना चाहते हैं, हमारा कसूर क्या है। हमारा कसूर ये है कि हमने दिल्ली के अंदर गरीब बच्चों के लिए अच्छी शिक्षा का इंतजाम किया, सरकारी स्कूल शानदार बनाए। ये नहीं बना सकते, इसलिए ये सरकारी स्कूल दिल्ली के रोकना चाहते हैं। हमारा कसूर ये है कि हमने दिल्ली के अंदर मोहल्ला क्लिनिक बनाए, सरकारी अस्पताल बनाए, लोगों के लिए फ्री दवाई का इंतजाम किया, अच्छे इलाज का इंतजाम किया। ये नहीं कर पा रहे, इसीलिए दिल्ली के अस्पतालों को और मोहल्ला क्लिनिक को, इलाज को रोकना चाहते हैं। हमारा कसूर ये है कि पहले दिल्ली में 10-10 घंटे बिजली के पावर कट लगते थे, हमने 24 घंटे बिजली कर दी। ये उस बिजली को रोकना चाहते हैं। हमारा कसूर ये है कि हमने दिल्ली वालों की बिजली फ्री कर दी, ये फ्री बिजली बंद करना चाहते हैं। इन लोगों के बस की बात नहीं है फ्री बिजली करना, ये हमारा कसूर है। मैं प्रधानमंत्री जी को बोलना चाहता हूँ, प्रधानमंत्री जी आप ये जेल का खेल खेल रहे हो, कभी एक को जेल में डालते हो, कभी मनीष सिसोदिया को, कभी अरविंद केजरीवाल को, कभी संजय सिंह को। कल मैं 12 बजे अपने सभी बड़े नेताओं के साथ, एमएलएज, एमपीज सबके साथ 12 बजे बीजेपी हेडक्वार्टर आ रहा हूँ। जिसको आप जेल में डालना चाहते हो आप जेल में डाल। റൈറ്റ്, ജയിൽ ഭാരോയിലേക്ക് കടക്കുന്നു ആം ആദ്മി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബിഭവ് കുമാറിന്റെ അറസ്റ്റ് ഉണ്ടായ ദിവസം ഒരു ജയിൽ ഭാരോയിലേക്ക് കെജ്രിവാൾ കടക്കുന്നതിടത്ത് ചില പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിനകത്ത് ഒരു വിശദീകരണം പോലും കെജ്രിവാൾ പറയാതെ ഇതും ഈ അറസ്റ്റും അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണവും മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണെന്ന് എന്ന് എളുപ്പത്തിൽ ബിജെപിക്ക് പറയാൻ പറ്റും. ആ ഒരു പോയിന്റിൽ ഞാൻ അപ്പുറത്താണ്. കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിനൊപ്പം നിൽക്കുന്നില്ല, ഇന്ത്യ മുന്നണിയിൽ വേറെ ആരും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നില്ല. പവൻ ഖേര തന്നെ വ്യക്തമാക്കി. പവൻ ഖേരയുടെ നമുക്ക് കേൾക്കാം. പവൻ ഖേര പക്ഷെ കുറച്ചും കൂടെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പറഞ്ഞു പോകുന്നതെന്ന് തോന്നുന്നു. കോൺഗ്രസ് ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് അദ്ദേഹം പറഞ്ഞെങ്കിലും ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾക്കൊപ്പമാണ് എന്ന നിലപാടല്ലേ അദ്ദേഹം സ്വീകരിച്ചത്. ഏതായാലും ഇതിനകത്ത് കൂടുതൽ പ്രതികരണങ്ങളുണ്ട്. മറ്റ് കോൺഗ്രസ് ഇപ്പോൾ പറഞ്ഞ പോലെ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്, ബിജെപി പ്രചാരണത്തിൽ ഇത് സ്വീകരിക്കുന്ന നിലപാട്, ആം ആദ്മി പാർട്ടി അറസ്റ്റിന് ശേഷവും ഉറച്ചു നിൽക്കുന്ന മറ്റൊരു നിലപാട്, അത് ഒരു വിഷയമാണ്. നമുക്ക് ആ പ്രതികരണത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ഇടവേളയിലേക്ക് പോകാം അല്ലേ? ഇടവേള. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. बर्जर डैम स्टॉप उपयोग कि हर बार Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ഏതായാലും സ്വാതി മലവാളിനെ ആയുധമാക്കുകയാണോ ബിജെപി എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നുണ്ട്. ഏതായാലും പ്രചാരണത്തിൽ ബിജെപി നേതാക്കൾ ഈ വിഷയം പരാമർശിക്കാതെ വിടുന്നില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ആം ആദ്മി പാർട്ടി സ്ത്രീ വിരുദ്ധമാണെന്നും സ്ത്രീകളെ അടിച്ചമർത്തുന്ന പാർട്ടിയാണെന്നും വ്യക്തമായി കാണുമെന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പ്രതികരിച്ചത്. ധാമിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തിരികെ പോകാം.
यहाँ पर दिल्ली की सातों लोकसभा सीटें भारतीय जनता पार्टी जीतेगी और इस लोकसभा से बांसुरी स्वराज को बहुत ऐतिहासिक मत मिलेंगे और ऐतिहासिक विजय होगी माननीय प्रधानमंत्री मोदी जी को बनाने के लिए। बांसुरी जी को बहुत भारी प्रचंड मतों से लोग यहाँ पर जिताएंगे, उसका प्रत्यक्ष प्रमाण यहाँ पर दिखाई दे रहा है कि हर वर्ग का व्यक्ति आज आगे आ रहा है, माताएं बहनें आ रही हैं, नौजवान आगे आ रहे हैं, बड़े बुजुर्ग सब आशीर्वाद दे रहे हैं। देखिए, चूँकि जिस मुख्यमंत्री आवास में विकास की योजनाएं बननी चाहिए, दिल्ली को आगे बढ़ाने की योजनाएं बननी चाहिए, वहाँ पर एक सांसद के साथ इस प्रकार की घटना हो रही है, वो भी उन्हीं की पार्टी की सांसद। जब महिला सांसद के साथ इस प्रकार की घटना हो रही है तो और महिलाओं के बारे में उनकी क्या सोच होगी, ये पूरी तरह से दिखता है कि पार्टी महिला विरोधी है, महिलाओं का उत्पीड़न करने वाली पार्टी है। कुछ लोगों को कैंडिडेट बनाया है, जिसमें आपने अपने चुनाव भाषण में बोला। ബി ജെ പി നേതാക്കൾ ആ തരത്തിൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പവൻ ഖേര പറഞ്ഞത് എന്താണ് എന്നുള്ളതാണ്. അന്വേഷണം നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞൊരു തലയൂരുന്ന ഒരു നിലപാട് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. ഏതായാലും സ്ത്രീയോട് മോശമായി പെരുമാറിയാൽ പാർട്ടി സ്ത്രീക്കൊപ്പം നിൽക്കും. അതാണ് കോൺഗ്രസ് നിലപാടിനെക്കുറിച്ച് പ്രിയങ്ക പറഞ്ഞത്. നിയമ നടപടി പിന്തുടരും, അത് എല്ലാവരുടെ മുന്നേ വസ്തുതകളൊക്കെ പുറത്തു വരികയും വേണം എന്ന് പറയുന്നു. അത് മാത്രമാണ് കോൺഗ്രസ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാട് ഈ വിഷയത്തിനകത്ത് കെജ്രിവാളിനെ വിമർശിച്ചുകൊണ്ടുള്ളതല്ല പ്രത്യക്ഷത്തിൽ എന്നുകൂടി പറയേണ്ടതില്ലേ? നമുക്ക് പവൻ ഖേരയുടെ വാക്കുകൾക്ക് ശേഷം വരാം. कांग्रेस का स्टैंड प्रियंका जी ने बड़ा स्पष्ट तौर पे उस दिन कहा, यूपी में कहीं भी किसी महिला के साथ दुर्व्यवहार की कोई घटना सामने आए, कांग्रेस पार्टी उस महिला के साथ खड़ी है और कानूनी प्रक्रिया चलनी चाहिए, जांच होनी चाहिए, तथ्यों को सबके सामने आना चाहिए। सर, पूरे देश में आपने अलायंस की, पर पंजाब में अलायंस सफल नहीं हो पाया। पंजाब में विपक्ष की भूमिका में कांग्रेस पार्टी है। കോൺഗ്രസിന്റെ നിലപാട് ഞാൻ ചോദിക്കുന്നത്, മനു, ഇതിനകത്ത് കോൺഗ്രസ് വളരെ ഒരു സേഫർ സോണിൽ നിന്നുകൊണ്ട് പ്രതികരിച്ചാൽ അല്ല, എനിക്ക് തോന്നുന്നു വളരെ ധാർമ്മികമായൊരു നിലപാടാണ് കോൺഗ്രസ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ്. കാരണം വളരെ കൃത്യമായി തന്നെയാണ് പവൻ ഖേര പറയുന്നത്. പ്രിയങ്ക ഗാന്ധി വളരെ സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും അക്രമമുണ്ടായാൽ സ്ത്രീകൾക്കൊപ്പമാണ് കോൺഗ്രസ് നിൽക്കുന്നത്. വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ആ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകണം, നിയമ നടപടികൾ ഉണ്ടാകണം എന്നാണ് പവൻ ഖേര പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം എവിടെയും ഒളിച്ചോടുകയാണെന്ന്. കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കൊപ്പം ഈ വിഷയത്തിൽ കോൺഗ്രസ് അല്ല എന്നുകൂടി. പക്ഷേ കെജ്രിവാളിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന അതിനകത്തില്ല. അല്ല, കെജ്രിവാളിനെ വിമർശിക്കേണ്ട കാര്യമില്ല, മർദ്ദിച്ചത് പി എ അല്ലേ. അന്വേഷണം, പക്ഷെ അപ്പോഴും അന്വേഷണം നടത്തുന്ന പോലീസിനെ അതിരൂക്ഷമായിട്ട് ആം ആദ്മി വിമർശിക്കുന്നുണ്ട്. ആം ആദ്മി പറയുന്നത് ഈ അന്വേഷണം പോലീസ് ഇത് വളച്ചൊടിക്കുന്നു, ഒരു ഗൂഢാലോചന ഈ ഇതിൽ നടക്കുകയാണ്. ഇതിന് തുടർച്ചയായിട്ടാണല്ലോ കേജ്രിവാൾ ഇരുന്ന് പറയുന്നത് ജയിൽ ഭാരവിലേക്ക് പോകുകയാണ്. ബിഭവ് കുമാറിന്റെ പേര് പറയുന്നില്ലെങ്കിൽ പോലും ഇന്നൊരു ദിവസം ഇങ്ങനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനൊരു ആഹ്വാനത്തിലേക്ക് കടക്കുകയാണ് എന്ന് പറയാനുള്ള ഒരു ചേതോവികാരം എന്തായിരിക്കും കേജ്രിവാളിന്? ഇതല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു അഴിമതി കേസ് ആരോപിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആരോപണത്തിന്റെ പുറത്തൊരാളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയല്ലല്ലോ. ഒരു യുവതിയെ തല്ലുന്നു, തല്ലി അവരുടെ അടിവയറ്റിൽ ചവിട്ടുന്നു, അതിനുശേഷം അവരുടെ മുഖത്ത് കരണത്തടിക്കുന്നു. ഇത് ഒരു സാധാരണ യുവതിയുമല്ല, അവർ രാജ്യസഭ അംഗമാണ്, ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവാണ്. ഈ പരിവർത്തനം എന്ന കെജ്രിവാളിൻ്റെ ഈ സംഘടനയുടെ തുടക്കകാലം മുതൽ അതിൻ്റെ ഭാഗവാക്കാണ്. ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന അവർ നടത്തിയ ഇന്ത്യയിലെ ഐതിഹാസികപരമായ ഒരു പോരാട്ടത്തിൻ്റെ മുഖ്യ പോരാളിയാണ്. അവർ മുന്നിൽ നിന്നാണ് ഇതെല്ലാം നയിക്കുന്നത്. വനിതാ കമ്മീഷനെ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം അവരെ ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിച്ചെടുത്ത് വലിയ ട്രാക്ക് റെക്കോർഡ് അവർ ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരാളെ, ഒരു പി എ പിടിച്ച് തല്ലുക എന്ന് പറഞ്ഞാൽ അതിലെ രാഷ്ട്രീയത്തിനപ്പുറം അതിലെ കുറ്റകൃത്യമാണ് നമ്മൾ കാണേണ്ടത് എന്ന സ്വാതി വിഷയത്തിന് എടുത്ത നിലപാട്, അത് ആദ്യം കഴിഞ്ഞ ദിവസം എടുത്ത നിലപാടെന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത്, BJP ആണ് ഞങ്ങളുടെ പ്രധാന ശത്രു, ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്ന് പറയുന്നു. ഇന്ന് സംഭവിച്ചിരിക്കുന്നത് സ്വാതി മലവാളിൻ്റെ എക്സ് പ്രൊഫൈലിൽ നിന്നുള്ള അഴിക്കുള്ളിൽ നിൽക്കുന്ന കെജ്രിവാളിൻ്റെ ആ പ്രൊഫൈൽ പിക്ചർ മാറ്റിക്കൊണ്ട് കറുത്ത ചിത്രം, അതാണ് DP ആയിട്ടിരിക്കുന്നത്. അടിവയറ്റിൽ ചവിട്ടുകൊണ്ട് ഒരു സ്ത്രീക്ക് പിന്നെ പ്രതിഷേധിക്കാൻ പോലും ഒരു അവകാശമില്ലേ? അതിലും ഒരു രാഷ്ട്രീയം കാണേണ്ടത്. ഞാൻ പറയുന്നത് മെയ് 13 നടന്നൊരു സംഭവമല്ല. ഈ പോലീസ് അവർക്ക് അനുകൂലമായി നിലപാടെടുത്തുവെങ്കിൽ ഇത്രയും ദിവസം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വൈകിയത് എന്തെന്നാണ്. അവർ പരാതി കൊടുത്ത ഘട്ടത്തിൽ തന്നെ ഇതുപോലൊരാളെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പോലീസ് ഇതിൻ്റെ മുഴുവൻ എയിംസ് രേഖകൾക്കും വേണ്ടി കാത്തുനിന്നു. ആ രേഖ കിട്ടി,
അതിനുശേഷം ഇനി അറസ്റ്റ് നടപടികളിലേക്ക് പോയില്ലെങ്കിൽ കോടതിയിൽ നിന്ന് ചോദ്യം ഉണ്ടാവും എന്ന് ഭയന്നാണോ ആ നടപടി എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തണലിൽ നിന്ന് ഒരു കുറ്റവാളിയാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് എന്നതിന്റെ അപ്പുറത്തേക്ക് ബി ജെ പി അത് പറയുന്നുണ്ട്. പോലീസ് അന്വേഷണം നടക്കുമ്പോൾ അതിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നു ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത്. അതൊരു താഴ്ന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയം. ഒരു സ്ത്രീക്കെതിരെ അക്രമം ഉണ്ടാകുമ്പോൾ പോലും ഒരുമിച്ച് നിൽക്കാതെ പോലീസിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുകയാണെന്ന് രവിശങ്കർ പ്രസാദ് പറയുന്നുണ്ട്. ഇതിൽ വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് മന്ത്രി ആം ആദ്മിയുടെ പ്രധാനപ്പെട്ട നേതാവായ അതിഷി എടുക്കുന്ന നിലപാട്. അതിഷി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് മാത്രമല്ല, വേറൊരു കാര്യം, ഒരു സ്ത്രീ ഒരു കുറ്റകൃത്യം ആർക്കെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ഉടനെ അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് വാട്സപ്പുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രചരണം നടത്തുക. ഇവിടെ സംഭവിച്ചത് അതല്ലേ? അങ്ങനെ ഒരു കേസ് വന്നു. ആ കേസിനെ ആം ആദ്മി പാർട്ടി പോലെ ഒരു പാർട്ടി കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതിനകത്തുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുന്നതിന് പകരം തെരഞ്ഞെടുത്ത എഡിറ്റഡ് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക. ആ സ്ത്രീ കുറ്റവാളിയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ട് അപകീർത്തികരമായ പ്രചാരണങ്ങൾ നടത്തുക. അവിടെയാണ് അവർക്ക് വീഴ്ച പറ്റിയത്. ഇത് ആര് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഇത് ഒരു വലിയ തെറ്റ് ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സ്ത്രീക്കൊപ്പം നിൽക്കേണ്ടതിന് പകരം അവർ വളരെ തന്ത്രപൂർവ്വം ഇത് BJPയുടെ തലയിലേക്ക് ആദിഷി പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അത് ഈ ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. DCWയിൽ കരാർ ജീവനക്കാരെ നിയമവിരുദ്ധമായി റിക്രൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് മലിവാളിനെതിരെ അഴിമതി വിരുദ്ധ ബ്യൂറോ ഒരു കേസ് എടുത്തിരുന്നതാണ്. ഈ കേസ് ഉപയോഗിച്ചിട്ടാണ് മലിവാളിനെ BJP ഗൂഢാലോചനപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അതിൽ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു, ഓൾറെഡി സമർപ്പിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു ഭീഷണി കൊടുത്തിരുന്നു. ആ ഭീഷണിക്ക് പുറത്താണ് സ്വാതി മലിവാൾ കെജ്രിവാളിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്, ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് അതിഷി പറയുന്നു. ഇത് ഇന്ന് പറയുന്നതല്ല, ഇത് കഴിഞ്ഞ ദിവസവും അതിനു മുൻപും അറസ്റ്റിന് ശേഷവും അതിഷി പറയുന്ന ഒരു ആരോപണം. നമുക്കൊരു അതിഷിയുടെ വാക്കുകളിലൂടെ കേട്ട ശേഷം തിരികെ. जब से ये वीडियो सामने आए हैं, जब से ये षड्यंत्र सामने आया है, कई लोग हमसे पूछ रहे हैं कि आप कह रहे हैं ये भारतीय जनता पार्टी का षड्यंत्र है, तो स्वाति मालीवाल जी का भारतीय जनता पार्टी से क्या लेना देना है? इस केस का भारतीय जनता पार्टी से क्या लेना देना है? तो आज मैं इस पूरे मामले का स्वाति मालीवाल जी का और भारतीय जनता पार्टी का क्या लेना देना है, इसके तार आपस में कैसे जुड़े हुए हैं, इस तार जुड़ने का क्या प्रमाण है? അതായത് BJPക്ക് ഈ ഒരു കേസുമായി CCWയിൽ ഉണ്ടായ ഒരു കേസുമായി ബന്ധപ്പെട്ട് അത് BJPക്കെതിരെ ആദ്യമായിട്ട് ഉയർന്ന ആരോപണമല്ല. പലപ്പോഴും എന്തുകൊണ്ട് പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള നേതാക്കൾ BJPയിൽ ചേരുന്നു എന്നുള്ള ഒരു വിഷയം വരുമ്പോൾ ഇവർക്ക് മുൻപ് കേസുണ്ടായിരുന്നോ? ആ കേസിനകത്ത് കുടുങ്ങിയ ശേഷമാണോ പലരും പാർട്ടിയിലേക്ക് പോയത്? അതിനുശേഷമാണോ ഈ കേസുകളൊക്കെ തേച്ചു മാറ്റപ്പെട്ടത് എന്നുള്ള ആരോപണം പുതുതായിട്ടുള്ളതല്ല. ആ തരത്തിലുള്ള ഒരു ആരോപണമല്ലേ ഇപ്പോഴും ആദിഷ്യം ഉന്നയിച്ചിരിക്കുന്നത്? അല്ല, അത് സ്വാഭാവികമായി അവർക്കെതിരെ ഒരു ഇല്ലീഗൽ റിക്രൂട്ട്മെന്റ് കേസ് എന്നൊരു കേസുണ്ട്. അതിനെപ്പറ്റി അതിഷിയുടെ അഭിപ്രായം എന്താണ്? ഈ കേസ് സത്യസന്ധമാണ് എന്നാണോ അതിഷിയുടെ അഭിപ്രായം? ആ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് വാദിച്ചതാരാണ്? ഇപ്പോഴെങ്ങനെയാണ് ആ കേസ് കുറ്റകൃത്യമാണെന്ന് അതിഷി കണ്ടെത്തുന്നത്? ആദ്യഘട്ടത്തിൽ ഇതൊക്കെ മാറ്റി പറയുക, എന്നിട്ട് എങ്കിൽ അങ്ങനെ ഒരു ഇല്ലീഗൽ റിക്രൂട്ട്മെന്റ് കേസ് വന്നു എന്ന് കരുതുക. ആ ഘട്ടത്തിൽ നടപടിയെടുത്തോ ആം ആദ്മി പാർട്ടി? അതിനൊക്കെ അപ്പുറത്തേക്ക് ആ ഘട്ടത്തിൽ ഒന്നും മിണ്ടാതെ ഒരു വനിത അവർക്ക് അടികൊണ്ടു എന്ന് പറയുമ്പോൾ അത് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് അനുകൂലമല്ല എന്ന് മനസ്സിലാകുമ്പോൾ കുറ്റവാളിക്കൊപ്പം നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല. പിന്നെ സ്വാഭാവികമായി BJP അവർ അതിനനുസരിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാകാം. അതിൽ അവർക്ക് എന്തുമാത്രം ധാർമ്മികതയുണ്ട് എന്നതൊക്കെ അവരുടെ മുന്നിൽ അവർ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. പക്ഷേ ഇതുപോലെ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ ചെന്ന അവിടുത്തെ പേഴ്സണൽ അസിസ്റ്റന്റിന് ഒരാളെ അടിക്കേണ്ട കാര്യം എന്താണ്? പോലീസ് ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ചിലതൊക്കെ കുച്ച് കാലാഹെ എന്ന് പറയുന്ന പോലെ ഒരു വിഷയം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോഴും പ്രശ്നം കെജ്രിവാൾ എന്തുകൊണ്ട് ഈ വിഷയം പരാമർശിക്കുന്നില്ല, എന്തുകൊണ്ട് ഒരു ഉത്തരവും നൽകുന്നില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനത്തിലൊന്നും എന്നുള്ളൊരു സംശയം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അല്ല, ഇത് അവർ സ്വാഭാവികമായി വേണമെങ്കിൽ അവർക്ക് പറയാം BJP ഇങ്ങനെ ആളുകളെ ജയിലിലടയ്ക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം കേസുകൾ ഉപയോഗിച്ച് ആളുകളെ മാറ്റാൻ ശ്രമിക്കുന്നു
എന്നൊക്കെ അവർക്ക് അവകാശപ്പെടാം. അങ്ങനെ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് ആളുകൾ വിട്ടുപോയിട്ടുമുണ്ട്. സ്വാഭാവികമായും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ നമ്മൾ ഈ മെഡിക്കൽ ലീഗൽ സർട്ടിഫിക്കറ്റിൻ്റെ പിൻബലം ഈ യുവതിക്കുണ്ട് എന്നതാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ സ്വാതി മലിവാൾ എടുക്കാൻ പോകുന്ന നിലപാട് അതിൽ ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരിക്കും ഉണ്ടാവുക എന്നതടക്കം ഈ ഉയർന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാവുകയും ചെയ്യും. അന്വേഷണം ഏത് തരത്തിലാണ് നടക്കട്ടെ എന്ന് കോൺഗ്രസ് അടക്കം പ്രതികരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരു ഇടവേള കൂടി BJF തിരികെ. യുപിയിലെ 14 അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുന്നു. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിൽ വോട്ടർമാരാണ് മെയ് 20 പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. 695 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, ബീഹാർ, ജമ്മു കാശ്മീർ, ഝാർഖണ്ഡ്, ലഡാക്ക് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക. നമ്മൾ ഇത്തവണ കടക്കുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. ഏതായാലും ലോക്സഭയിലേക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളെ അയക്കുന്ന സംസ്ഥാനങ്ങളിൽ 2ാം സ്ഥാനം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് മഹാരാഷ്ട്ര തന്നെ. 48 പ്രതിനിധികളാണ് മഹാരാഷ്ട്രയിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തുക. 2019 ചിത്രം എങ്ങനെയാണെന്ന് നോക്കിയാൽ BJP ശിവസേന സഖ്യം അന്ന് 43 സീറ്റുകളോടെ മഹാരാഷ്ട്രയിൽ മുൻപന്തിയിലെത്തി. 5 വർഷത്തിന് ശേഷം ശിവസേനയുടെയും NCPയുടെയും പിളർപ്പിനൊപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജനഹിതത്തെ സ്വാധീനിക്കുക എന്ന് തന്നെയാണ് ഇനി പരിശോധിക്കുന്നത്. വളരെ 13 മണ്ഡലങ്ങൾ ഇത്തവണ, അതിൽ തന്നെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഇതിനകത്തുണ്ട്. പ്രധാനപ്പെട്ട ആൾക്കാർ മത്സരിക്കുന്ന, പീയൂഷ് ഗോയൽ അടക്കമുള്ളവർ മത്സരിക്കുന്ന അത്തരം അങ്ങനെയുള്ള സ്റ്റാർ കാൻഡിഡേറ്റുകളൊക്കെ ഉള്ള ഒരു ഫേസ് കൂടിയാണ് മഹാരാഷ്ട്രയിലെ ഈ 13 മണ്ഡലങ്ങളോടുകൂടി മഹാരാഷ്ട്രയെ സംസ്ഥാനത്തെ മുഴുവൻ തെരഞ്ഞെടുപ്പ് അവസാനിക്കും എന്നതാണ് ഒരു സുപ്രധാന കാര്യം. ഈ മൊത്തം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കുറവ് സീറ്റുകൾ ഉള്ളൊരു ഘട്ടം എന്നതുകൂടി ഈ 20-ാം തീയതി എന്നത് ഒരു സുപ്രധാനമാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, സ്മൃതി ഇറാനി മത്സരിക്കുന്നു, കോൺഗ്രസിൻ്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മ മത്സരിക്കുന്നു, ചിരാഗ് പാസ്വാൻ ഹാജിപ്പൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും രാംവിലാസ് പാസ്വാൻ്റെ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നു, സരണിൽ നിന്ന് ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ പിന്നെ രോഹിണി അജര, അവർ വിദേശത്തൊക്കെ ആയിരുന്നു, മടങ്ങി വന്ന് മത്സരിക്കുന്നു. ഇത് പലരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഒരു 32 ഇടത്ത്, ഈ 49 സീറ്റുകളിൽ 32 ഇടത്ത് BJP അവരുടെ ആധിപത്യം തെളിയിച്ചതാണ്. അതുകൊണ്ട് ഈ തവണയും അവർക്ക് ഇത് വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നോക്കുകയാണെങ്കിൽ 1 സീറ്റാണ് കഴിഞ്ഞ തവണ, റായ് ബറേലി മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്ക്, നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും വലിയ വിഷയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ തിരിച്ചുപോക്ക് എന്ന് പറയുന്നത് തന്നെ എത്രത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കും എന്നുള്ള വിഷയമാണ്. മാത്രമല്ല ഈ TMCയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാനപ്പെട്ടതാണ്. ഹൗറയിലും സൊറാംപൂറിലും ഉലുവേരിയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ TMCയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ ആ കരുത്ത് നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഈ ആരംബാഗ് പോലുള്ള വളരെ 1142 വോട്ടുകൾക്ക് കഷ്ടിച്ച് TMC കടന്നുകൂടിയ മേഖലകളിൽ വീണ്ടും ശക്തമാകാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഇതുണ്ട്. ഒപ്പം തന്നെ BJPയുടെ വളരെ വലിയ ശക്തി കേന്ദ്രങ്ങളായ മഹാരാഷ്ട്രയിലെ ദുബ്ലെ, അതുപോലെ ഡിൻഡോറി, UPയിലെ ലക്നൗ നമുക്കറിയാം അടൽജിയുടെ അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു കാലം തൊട്ടേ BJPയുടെ വലിയ ഒരു കേന്ദ്രമായിരുന്നു. ജാർഖണ്ഡിലെ ഹസാരിബാഗ് ആയിക്കോട്ടെ, ബീഹാറിലെ മധുബനി ആയിക്കോട്ടെ, ഇതൊക്കെ BJP ശക്തി കേന്ദ്രങ്ങളാണ്. മഹാരാഷ്ട്രയിലെ കല്യാൺ ശിവസേന ശക്തി കേന്ദ്രം, അവിടെയൊക്കെ തെരഞ്ഞെടുപ്പാണ്. അപ്പം ഈ ഘട്ടത്തോടുകൂടി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കും എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം. അതെ, 13 മണ്ഡലങ്ങളാണ് ഇത്തവണ മഹാരാഷ്ട്രയിൽ അവസാന ഘട്ടം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുംബൈ നോർത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, അത് BJPയുടെ തന്നെ മണ്ഡലമാണ്. BJPയുടെ ഗോപാൽ ഷെട്ടിയാണ് അവിടുത്തെ സിറ്റിംഗ് MP. ഇത്തവണ BJPയുടെ പീയൂഷ് ഗോയൽ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ അവിടെ ഒരു ചലച്ചിത്ര നടനാണ് പീയൂഷ് ഗോയലിനെ എതിർത്ത് രംഗത്തുള്ളത്, ഭൂഷൺ പാട്ടീൽ. അതെ, മുംബൈ നോർത്ത് വെസ്റ്റിലേക്ക് ഒന്ന് കടത്താൽ അത് ശിവസേനയുടെ സ്ഥലമാണ്. ശിവസേനയുടെ സ്ഥലത്ത് ഇത്തവണ ഉദ്ധവ് ഷിൻഡെ വിഭാഗങ്ങൾ തമ്മിലുള്ള മത്സരം ശിവസേന വേഴ്സസ് ശിവസേനയാണ് അവിടെ നടക്കുന്നത്. അമോൽ
ഗജാനൻ കീർത്തികറും രവീന്ദ്ര ദത്താറാം വൈക്കറും രണ്ട് ശിവസേനകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം. മുംബൈ നോർത്ത് ഈസ്റ്റിലേക്കൊന്ന് പോയാൽ BJPയുടെ മണ്ഡലമാണ്. ഇത്തവണ മിഹിർ കൊട്ടേച്ച BJPയുടെ, ഒപ്പം ശിവസേനയുടെ സഞ്ജയ് ദീന പാട്ടിലും മത്സരിക്കുന്ന ഒരു സാഹചര്യം. മുംബൈ നോർത്തും BJPക്ക് തന്നെയാണ്. പൂനം മഹാജൻ സിറ്റിംഗ് MP ആയ സ്ഥലമാണ്. സഞ്ജയ് ദീന നേരത്തെ അദ്ദേഹം പിന്നെ NCPയിലായിരുന്നു, ഇപ്പോഴാണ് അദ്ദേഹം BJPയിലേക്ക് അല്ല ശിവസേനയിലേക്ക് വന്നിട്ടുണ്ട് വിഭാഗത്തിലേക്ക്. മുംബൈ നോർത്ത് നമ്മൾ പറയുമ്പോൾ മുംബൈ നോർത്തിൽ കോൺഗ്രസിന്റെ വർഷ ഗേക്വാദും BJPയുടെ ഉജ്വൽ നിഗവുമാണ്. അത് BJPയുടെ സിറ്റിംഗ് MP പൂനം മഹാജന്റെ നോർത്ത് സെൻട്രൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്വൽ നിഖാം നമ്മുടെ ഈ അജ്മൽ കസബിൻ്റെ വധം അല്ലെങ്കിൽ അജ്മൽ കസബിനെ പിന്നെ അദ്ദേഹത്തിന് ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നടപ്പാക്കുന്നതിൽ വളരെ വലിയ പങ്കുവഹിച്ച ആളാണ്. അദ്ദേഹമാണ് ഇത്തവണ അവിടെ BJP ടിക്കറ്റിൽ മത്സരിക്കുന്നത്. അപ്പോൾ വർഷ ഗേക്വാഡ് അവിടുത്തെ മുംബൈ റീജിയണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു അധ്യക്ഷ കൂടിയാണ്. അവരെയാണ് ഈ മുംബൈ നോർത്ത് സെൻട്രലിൽ നേരിടുന്നത്. ഇന്ന് നമുക്ക് സൗത്ത് സെൻട്രലിലേക്ക് പോയാൽ അത് ശിവസേനയുടെ തട്ടകമാണ്. രാഹുൽ ഷെവാലയാണ് സിറ്റിംഗ് MP. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നു. ഷിൻഡെ വിഭാഗം, ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ ഉദ്ധവ് താക്കറെ ശിവസേന പോര് തന്നെ നടക്കുന്ന അങ്ങനെ 13 മണ്ഡലങ്ങളിൽ ഇവർ തമ്മിലുള്ള ഒരു പോര് മഹാരാഷ്ട്രയിൽ നടക്കുന്നു എന്നതാണ് രസം. അതെ, അതിൽ മുംബൈ സൗത്ത് ഉണ്ട്, താനെ ഉണ്ട്, കല്യാൺ ഉണ്ട്, പാൽഗർ. കല്യാണിൽ ഏക്നാഥ് ഷിൻഡെയുടെ മകനാണ് ഡോക്ടർ ശ്രീകാന്ത് ഷിൻഡെയാണ് തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ശിവസേനയുടെ ഭാഗമായി വരുന്നത്. ഒപ്പം വൈശാലി ദാർക്കർ റാണെ, അത് പഴയ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെയൊക്കെ ഒരു നേതാവായിരുന്നു ഈ വൈശാലി ദരേക്കർ. അദ്ദേഹമാണ് ഇത്തവണ അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നത്. പിന്നെ ധൂലെയുണ്ട്, ദിൻഡോറി, അത് രണ്ടും BJP മണ്ഡലമാണ്. പിന്നെ നാസിക് BJPയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അതെ, ശിവസേന സിറ്റിംഗ് MP ഹേമന്ത് ഗോഡ്സെയുടെ മണ്ഡലമായ നാസിക് ഇത്തവണ ഗോഡ്സെ തന്നെ വീണ്ടും മത്സരിക്കുന്നു. രണ്ട് ശിവസേന വിഭാഗങ്ങൾ തമ്മിൽ പോര് നടക്കുന്ന മണ്ഡലം. അവസാന മണ്ഡലം ഭീവണ്ടിയാണ്. അത് BJPയുടെ കപിൽ പാട്ടീൽ തന്നെയാണ് സിറ്റിംഗ് MP. കപിൽ പാട്ടീൽ തന്നെ ഇത്തവണ മത്സരിക്കുന്നു. NCPയുടെ സുരേഷ് ഗോപിനാഥാണ് ഇത്തവണ എതിരാളിയായി നിൽക്കുന്നത്. അതോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഘട്ടവും മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്ത് പൂർണ്ണമാകുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും ശിവസേന രണ്ടായി മാറിയത്, NCP രണ്ടായി മാറിയത്, മഹാവികാസ് അഘാഡിയും ഒരു വശത്ത് NDA ഒരു വശത്ത് നിൽക്കുമ്പോഴും ഈ കഴിഞ്ഞ സമയത്തുണ്ടായിട്ടുള്ള പിളർപ്പുകൾ അത് ഏത് തരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നായിരിക്കും ഈ കഴിഞ്ഞ ഒരു 4 ഘട്ടം കഴിഞ്ഞുവല്ലോ, അത് ഏത് തരത്തിലായിരിക്കും ഒരു രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക? അല്ല, മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ BJP വളരെ ശക്തമായിട്ടുള്ളൊരു നില തന്നെയാണ് അവിടെ കാഴ്ചവെച്ചിരുന്നത്. ശിവസേനയ്ക്ക് 18 സീറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഈ 95-ൽ മഹാരാഷ്ട്രയിൽ BJP സർക്കാർ അധികാരത്തിൽ വരുന്നത് ഈ ശിവസേനയുടെ ഒരു പിൻബലത്തോടു കൂടിയാണ് അവിടെ BJP ശക്തി പ്രാപിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ശിവസേനയുടെ ഒരു കരുത്ത് ഈ ബൃഹൈ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന നഗരപ്രദേശങ്ങളിൽ അവിടെ സേനയ്ക്ക് വലിയ കരുത്തുണ്ട്. അവരെ 10 സീറ്റുകൾ എടുക്കുമ്പോൾ 2019 6 സീറ്റുകൾ അവരുടെ വലിയ ശക്തി കേന്ദ്രങ്ങളാണ്. അവർക്ക് അവിടെ വിജയിക്കാൻ കഴിയും. അപ്പോൾ ഇത്തവണ ഈ പിളർപ്പ് അവിടെ ഒരു വലിയ വിഷയമാക്കുന്നുണ്ട്. ഏതായാലും ഈ ശിവസേന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഈ ഉദ്ധവ് വിഭാഗം അവരിപ്പോഴിത് ഒരു വേറൊരു തരത്തിലാണ് ഇതിനെ കൊണ്ടുവരുന്നത്. ഈ അവിടുത്തെ രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്നത് ഗുജറാത്തി വേഴ്സസ് മറാഠി എന്ന തരത്തിൽ ഈ രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വന്നാൽ, കാരണം ഈ മറാഠ സ്വാഭിമാനം എന്ന് പറയുന്ന ഒരു വലിയ വിഷയമാണ് എല്ലാ കാലത്തും വലിയ വിഷയം. ഇപ്പം പ്രധാനമന്ത്രി തൊപ്പി വെച്ചു എന്ന് ശിവജിക്ക് അതേ മാതൃകയുള്ള തൊപ്പി വെച്ചു എന്നത് അവിടെ വലിയ വിവാദമായി. അങ്ങനെ അപ്പം ഇതിനെ ഒരു മറാത്തി വേഴ്സസ് ഗുജറാത്തി എന്നൊരു തർക്കം കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന്. കാരണം ശിവസേനയുടെ സുസിദ്ധമായ വോട്ടർമാർ കൂടുതലും അവർക്ക് ഒരു BJP പൊളിറ്റിക്സിനോടാണ് ആഭിമുഖ്യം കൂടുതൽ, NDAയിൽ ഭാഗമാക്കാകണം എന്ന നിലപാടാണ് അവർക്കുള്ളത്. BJP നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ മഹാരാഷ്ട്രയിൽ അവിടെ ഈ ശിവസേനയ്ക്കപ്പുറത്തേക്ക് ഈ പിന്നെ NCPയുമായുള്ളൊരു ധാരണ വേണ്ടായിരുന്നു എന്നല്ലെങ്കിൽ അവരുമായി ഒത്തുപോകാൻ കഴിയാതെ NCPയെ ഒരു ശത്രുവായി കാണുന്ന ഒരു രീതിയാണ് ഈ വെസ്റ്റേൺ മഹാരാഷ്ട്രയിലുള്ളത്. അപ്പോൾ അവിടെയൊക്കെ സ്വാഭാവികമായും NCP വിഭാഗം വന്നതിനോട് അത്ര ഒരു അതൃപ്തിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ്
ഇപ്പോൾ നമ്മൾ നോക്കിക്കാണാൻ ഉള്ളത്. ഏതായാലും ഇനി കോൺഗ്രസിന്റെ സ്ഥിതി പരിതാപകരമാണ്. നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു കണ്ടിരുന്നത്. അശോക് ചവാൻ പോയതിന് തൊട്ടു പിന്നാലെ ബാബ സിദ്ദിഖി, മിലിന്ദ് ദേവ്ര, ബസവരാജ് പാട്ടീലൊക്കെ പോയി. അപ്പോഴും സംസ്ഥാന പ്രസിഡന്റ് നാനാ പട്ടോള വളരെ സജീവമായിട്ട് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ രമേശ് ചെന്നിത്തലയാണ് അവിടെ സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന നേതാവൊക്കെ. കോൺഗ്രസിനെ താരപ്രചാരകൻ കോൺഗ്രസിന് സംസ്ഥാനത്തിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ അവിടുത്തെ ഒരു മുഖം എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെ തന്നെയാണ്. ശരത് പവാർ എല്ലാ കാലത്തും അവിടുത്തെ ഒരു രാഷ്ട്രീയ അധികായകനാണ്. അദ്ദേഹം അവിടുത്തെ ഒരു ടോളസ്റ്റ് പൊളിറ്റിക്കൽ ലീഡർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന തരത്തിൽ വലിയൊരു കരുത്തനാണ്. പക്ഷേ ശരത് പവാറിന്റെ സാഹചര്യം എന്തിലേക്ക് ചുരുങ്ങും എന്നത്, അല്ലെങ്കിൽ എന്താകും, അതായത് ഇതുവരെ ഇല്ലാത്ത ഒരു സമാനതകളില്ലാത്ത ഒരു തിരിച്ചടിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം. 5 പതിറ്റാണ്ടുകളാണ് അദ്ദേഹം മഹാരാഷ്ട്രയിൽ അദ്ദേഹത്തിന്റെ സാഹചര്യം NCPയെ സംബന്ധിച്ചിടത്തോളം, അതായത് പവാറിനെ സംബന്ധിച്ചിടത്തോളം. ശരത് പവാറിനെ നമുക്കറിയാലോ, അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയൊക്കെ ആയി തിളങ്ങിയ ആളാണ്. ഇപ്പോൾ അദ്ദേഹം പിന്നെ കോൺഗ്രസ് പാർട്ടി വിട്ടു, കോൺഗ്രസിലേക്ക് പോയി, പിന്നെയും വിട്ടു, അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നമുണ്ട്. ഏതായാലും ശരത് പവാറിൻ്റെ ഒരു പിൻഗാമി എന്ന നിലയിൽ സുപ്രിയ സുലെ ബാരമതിയിൽ നിന്നുള്ള ഒരു MP ആണ്. പക്ഷേ ശരത് പവാറിൻ്റെ വോട്ട് ശതമാനം കുറയുന്നു എന്നതാണ് ഒരു ഇതായി നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം BJPയും അതുപോലെ ശിവസേനയ്ക്കും വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു ഗുണകരമാകുന്നു. ഏതായാലും കോൺഗ്രസ് അവിടെ 17 സീറ്റുകളിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. BJP 21 സീറ്റുകളിൽ മത്സരിക്കുന്നു. അപ്പോൾ 29 സീറ്റുകളിൽ BJP മത്സരിക്കുമ്പോൾ അവർ സ്വാഭാവികമായും അതിൻ്റെ കാരണം അവർ പാർലമെൻറ്റിലേക്ക് കൂടുതൽ അംഗങ്ങൾ അവർക്ക് വേണം എന്ന നിലപാട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ശിവസേന അതേസമയം ഏക്നാഥ് ഷിൻഡെ വിഭാഗം 15 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. NCPക്ക് 5 സീറ്റേ കൊടുത്തിട്ടുള്ളൂ. അതേസമയം കോൺഗ്രസ്, ഇന്ത്യ മുന്നണി NCPക്ക് 10 സീറ്റ് കൊടുത്തിരിക്കുന്നു. കോൺഗ്രസ് 17 ഇടത്ത് മത്സരിക്കുന്നു. ശിവസേന 21 ഇടത്ത് അവരുടെ. മഹാരാഷ്ട്രയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള അഭിപ്രായ സർവേകളൊക്കെ വരുമ്പോഴും ഇന്ത്യ മുന്നണി കൂടുതൽ വോട്ട് നേടുമെന്നുള്ള മൂഡ് ഓഫ് ദി നേഷൻ ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ ഉണ്ട്. അതിലൊരു ഞെട്ടൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇത് പാർട്ടി ഒക്കെ പിളർന്നിട്ടും 48 സീറ്റിൽ 26 സീറ്റ് ഇന്ത്യ മുന്നണി ജയിക്കുമെന്നൊരു സർവേ ഫലം ഇന്നുണ്ട്. അതിനകത്ത് NDAക്ക് അവർ പ്രവചിച്ചിരിക്കുന്നത് 22 സീറ്റുകളാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇളക്കമുണ്ടാകും എന്ന് ദേശീയ നേതാക്കൾ അങ്ങനെ ഒരു വിലയിരുത്തലുകൾ നടത്തുന്നുണ്ടല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഈ പ്രചാരണത്തിന് സർവ്വസജ്ജമായി അതിന് അമരത്ത് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ചോദിക്കുന്നത്. അല്ല, ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനെ ഒരു മഹാരാഷ്ട്രയിലെ സാഹചര്യങ്ങൾ പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമാണെന്ന ഒരു ധാരണ ഒരു കാലത്തും BJP വെച്ച് പുലർത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പിന്നെ പ്രധാനമന്ത്രി 6-7 തവണ വന്നെന്ന് നമ്മൾ പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ അദ്ദേഹം 16 റാലികളാണ് നടത്തിയത്. മഹാരാഷ്ട്രയിൽ വലിയ റോഡ് ഷോ അദ്ദേഹം സംഘടിപ്പിച്ചു. 16 റാലികൾ നടത്തി. പരമാവധി വലിയൊരു ശ്രദ്ധ ഇതിന് കിട്ടി. മഹാരാഷ്ട്രയിൽ ഒരു താരപ്രചാരകനായി അവതരിച്ചത് നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ വികസന വിഷയങ്ങൾ ഒക്കെ ഉണ്ട്. പക്ഷേ ചില അടിത്തട്ട് വിഷയങ്ങൾ അവിടെ ഉണ്ട്. അത് BJP എങ്ങനെ ബാധിക്കും എന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഈ മനോജ് ജാറംഗെ പട്ടേൽ ഒരു OBC റിസർവേഷൻ ഒരു ആവശ്യം അവിടെ മുന്നോട്ട് വെച്ചു. അത് ഈ മറാത്ത വിഭാഗത്തിന്, മറാഠികൾ എന്ന് പറയുന്നവർ 38% അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അവരെ ഈ കുംഭി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി OBC പരിഗണിക്കണം എന്നൊരാവശ്യം ഉന്നയിച്ചു. അതിന് ഏക്നാഥ് ഷിൻഡെ അനുകൂലിച്ചു, ദേവേന്ദ്ര ഫട്നാവിസ് എതിർത്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു തർക്കങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നാസിക്കിലും ഡിൻഡോറിയിലും എന്നൊരു ചെറിയ ആശങ്കയുണ്ട്. ഈ വിഭാഗത്തിന് പിന്നെ വലിയ പ്രസക്തിയുള്ള മറ്റൊരു മേഖല ഈ കൊങ്കൺ റീജിയനിലെ 2 ഇടങ്ങളാണ്. ഒന്ന് ഈ രത്നഗിരിയിലും സിന്ധുദുർഗിലും ഇവർക്ക് ശക്തിയുണ്ട്. അതുപോലെ വിദർഭയിലും ഈ മറാഠ വിഭാഗത്തിന് അല്ലെങ്കിൽ കുംഭി എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള OBC എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളവർക്ക് അവിടെ വിദർഭയിൽ വലിയ സ്വാധീനമുണ്ട്. വിദർഭ 10 സീറ്റുകൾ. അപ്പോൾ അതൊക്കെ എല്ലാ ഫാക്ടേഴ്സും നെഗറ്റീവായി വന്നാൽ മാത്രമേ ഒരുപക്ഷെ ഈ ഫിഗറിലേക്ക് എത്തുള്ളൂ. അതെല്ലാം അങ്ങനെ വന്നോളണം എന്നില്ല. അത് സ്വാഭാവികമായും അവിടെ വരും. പിന്നെ BJPക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടുള്ളത് അവിടെ നമ്മുടെ നവനീത് കൗർ റാണ കഴിഞ്ഞ തവണ ജയിച്ച ഏക സ്വതന്ത്ര MP ഇത്തവണ BJP ആണ്. അവർ ഒരു ചലച്ചിത്ര താരമാണ്. നമ്മൾ മലയാളത്തിൽ ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പമൊക്കെ നമ്മളും കണ്ടിട്ടുള്ളതാണ്. ഏതായാലും BJP അവരുടെ ക്യാമ്പിനകത്ത് നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ഒരു 45 സീറ്റ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തവണ
പ്രവർത്തിച്ചത്, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ എന്നത്. അപ്പോൾ സ്വാഭാവികമായും 400 പാർ എന്ന് പറയുന്ന പോലെ 45 ലക്ഷം വെച്ച് പ്രവർത്തിക്കുന്നു. ഈ 30 അല്ലെങ്കിൽ 40-നടുത്ത് എത്തും എന്നൊരു കണക്കുകൂട്ടലാണ് പൊതുവെ അവർക്ക് ഉള്ളത്. ഓക്കെ, അത് മഹാരാഷ്ട്രയിലെ ഒരു ഏകദേശ ചിത്രം അങ്ങനെയാണ്. നമുക്കിനി 5ാം ഘട്ടത്തിൻ്റെ മറ്റൊരു വിഷയത്തിലേക്ക് കൂടെ കടക്കാം. ഈ കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ സംസാരിച്ചു വിട്ടാണ്. ഉത്തർപ്രദേശ് തന്നെ പ്രധാനമായി കേന്ദ്രീകരിച്ച്, അതായത് പരസ്യപ്രചാരണം കഴിഞ്ഞു, ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴും രാമക്ഷേത്രവും മോദിയുടെ ബുൾഡോസർ പരാമർശത്തിലെ പ്രതികരണങ്ങളൊന്നും തീർന്ന ഒരു സാഹചര്യമില്ല. കോൺഗ്രസിൽ നിന്ന് ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരും ഈ സമയങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു? പ്രധാനമായിട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹത്തെയും ജനങ്ങളെയും ഭിന്നിപ്പിക്കുന്നു. മോദി നടത്തിയത് വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗമാണ്. അതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇതുവരെ ബുൾഡോസർ ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ആ ഒരു ഭരണഘടന അനുസരിച്ച് എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടികളും. പക്ഷേ പ്രധാനമന്ത്രി ചെയ്യുന്നത് ആ തരത്തിലല്ല. അതുകൊണ്ട് ഇത്രയും പ്രകോപനപരമായ ഒരു പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുന്നില്ല എന്ന് ഖാർഗെ ചോദിച്ചിരിക്കുന്നത് ഇന്നാണ്. ഖാർഗെയുടെ വാക്കുകളിലേക്ക് പോയ ശേഷം ठाकरे साहब ने अब आपको स्पष्ट किया, बुलडोजर उनकी गवर्नमेंट है, हम किसी को आज तक बुलडोजर लगाया नहीं। और ये जो भगवान की मंदिर जो ट्रस्ट के ओर से बनी है, अभी बनने में है, ये जनता में एक भ्रम पैदा करने के लिए और जनता में एक रोष पैदा करके इंस्टिगेट करने का, ये तो मैं समझता हूँ ये तो इलेक्शन कमीशन उनके ऊपर एक्शन लेना चाहिए। जो इंस्टिगेटिव स्पीचेस करते हैं तो उनके खिलाफ तो कार्रवाई होनी चाहिए। खुद प्राइम मिनिस्टर कर रहे हैं, अगर कोई छोटा मोटा नेता करता तो हम मानेंगे, ये बुलडोजर लगाएंगे वो लगाएंगे। जो चीजें हम नहीं कर सकते, इम्पॉसिबल है, और उसको उन्होंने ऐसा लोगों को भड़का रहे हैं, तो ये कभी नहीं होगा। हमारी गवर्नमेंट നരേന്ദ്രമോദിയുടെ പ്രതികരണം, ബുൾഡോസർ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ബുൾഡോസർ ഉപയോഗിച്ചവർ രാമക്ഷേത്രം തകർക്കും, രാംലല്ല ടെന്റിലേക്ക് മടങ്ങേണ്ടി വരും എന്ന തരത്തിലുള്ള പ്രതികരണം. കാരണം ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉത്തർപ്രദേശിലാണ് തെരഞ്ഞെടുപ്പുകൾ ഇനി പൂർത്തിയാക്കാൻ. അതായത് നമ്മൾ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത് എടുത്തു പോയ സമയത്തും BJP ഒരു പക്ഷേ ആ ഒരു വിജയപ്രതീക്ഷ BJPക്ക് കുറഞ്ഞു വരുന്നുണ്ടോ, അങ്ങനെ ഒരു ആശങ്ക വരുന്നുണ്ടോ? എന്തുകൊണ്ട് ഈ തരത്തിൽ രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ ഈ രീതിയിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗത്തിലേക്ക് കടക്കേണ്ട സാഹചര്യം എന്തുകൊണ്ട് വരുന്നു? അവിടെ ഒരു ഭയത്തിൻ്റെ ഒരു ആശങ്കയുണ്ടോ, ഒരു തോൽവി മണക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു പൂഴിക്കടകൻ എടുത്ത് പ്രയോഗിക്കേണ്ട ആവശ്യം എന്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിക്ക് എന്നുള്ളൊരു ചോദ്യം. അല്ല, സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൽ അതിൽ എന്തൊക്കെ സാധനം ഏതൊക്കെ മണ്ഡലങ്ങളെ സ്വാധീനിക്കും എന്നൊക്കെയുള്ള ചർച്ചകൾ എല്ലാ ഘട്ടത്തിലും ഉണ്ടാകുമായിരിക്കും. ഇത് ഭയത്തിൻ്റെ ഒരു ആശങ്കയുണ്ടോ എന്നെനിക്കറിയില്ല. സ്വാഭാവികവും വലിയ ആത്മവിശ്വാസത്തിലാണ് BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് രംഗത്തെത്തിയത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും അതുപോലെ ഇന്ത്യ മുന്നണി നേതാക്കളുമൊക്കെ BJPയുടെ ആത്മവിശ്വാസം കുറഞ്ഞു, അവർ തോൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ അവരത് എതിർത്തിരുന്നില്ല. ഇപ്പോൾ ഭയങ്കരമായി 200 സീറ്റിൽ താഴെ BJP പോകും എന്നൊക്കെയുള്ള. അല്ല, ഈ 5ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ, അല്ല ഞാൻ അതിൽ വിയോജിക്കുകയാണ്. 5ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ചില നിലപാടുകൾ എടുക്കുന്നത്, അത് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നു. കെജ്രിവാൾ വളരെ ശക്തമായിട്ട് ചില വിമർശനങ്ങൾ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുകയില്ല, അമിത്ഷാ ആയിരിക്കും പ്രധാനമന്ത്രി എന്ന് പറയുന്നു. അങ്ങനെ ചില പ്രതിസന്ധിയിലേക്ക് BJPയെ കൊണ്ടെത്തുക, അതിന് ഉത്തരം BJP പാളയത്തിനകത്ത് നിന്ന് തന്നെ പറയേണ്ട ഒരു ബാധ്യത വരുമ്പോൾ പെട്ടെന്ന് ഒരു വിഷയം മാറ്റാൻ എന്ന രീതിയിൽ കൂടുതൽ അഗ്രസീവായിട്ടുള്ള ചില വിഷയങ്ങൾ, CAA നടപ്പാക്കുന്നത് ഒരു വശത്ത്, അത് കഴിഞ്ഞ ഉടനെ ഉത്തർപ്രദേശിൽ എത്തുമ്പോൾ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വോട്ട് ചോദിക്കുന്നതല്ല, രാമക്ഷേത്രം നശിപ്പിക്കുമെന്ന് പറയുന്ന അത്രയും പ്രകോപനപരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നിടത്ത് അതിലൊരു ആശങ്കയില്ലേ എന്നുള്ളൊരു ചോദ്യം വരില്ലേ? നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ എപ്പോഴും അവലോകനം ചെയ്യുന്ന 2 തരത്തിലാണ്. ഒന്ന്, പൊളിറ്റിക്കൽ കെമിസ്ട്രി, ഒരു രാഷ്ട്രീയ രസതന്ത്രം ഒരു വശത്തുണ്ട്. മറ്റൊന്ന് അരിത്തമാറ്റിക്സ് ആണ്. അതായത് പൊളിറ്റിക്കൽ അരിത്തമാറ്റിക്സ്, ഒരു പാർട്ടിക്ക് എത്ര വോട്ടുണ്ട് എന്നത് ഒരു വലിയ ഘടകമാണ്. ഒരു പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്ര ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. 1 ലക്ഷം വോട്ട് മറിയുക എന്നതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ വളരെ
അത്ര എളുപ്പമല്ല. ഒരു പക്ഷേ അങ്ങനെ മറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും മറിഞ്ഞിട്ടുണ്ട്. മറ്റെവിടെയും നമ്മുടെ പാലക്കാട് തന്നെ 1 ലക്ഷത്തിലധികം 1 ലക്ഷം വോട്ടിന് ജയിച്ച MP രാജേഷ് അടുത്ത വർഷം അവിടെ CPM തോറ്റു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ 2-3 ലക്ഷം വോട്ടുകൾക്ക് ജയിച്ചെടുത്ത് ഈ മറിച്ചൽ സാധ്യമാണോ? പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിൽ എന്നൊക്കെയുള്ളൊരു ചോദ്യം ഒരു വശത്ത് ഉണ്ട്. ഏതായാലും നമ്മളിതിൽ ഇനി മനസ്സിലാക്കേണ്ടത്, ഇനി തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടങ്ങൾ 20-ാം തീയതി കഴിയുന്നതോടുകൂടി പിന്നെ വരുന്നത് ബീഹാറിലെ 16 മണ്ഡലങ്ങളാണ് വരുന്നത്. ഹരിയാനയിലെ 10 മണ്ഡലങ്ങൾ ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. അപ്പോൾ ബീഹാർ, ഹരിയാന, ഉത്തർപ്രദേശിലെ 27 മണ്ഡലങ്ങൾ ആണ് ഇനി തെരഞ്ഞെടുപ്പിൽ വരുന്നത്. പിന്നെ ഒപ്പം പശ്ചിമ ബംഗാളും ഡൽഹിയിലെ 7 മണ്ഡലങ്ങളുമാണ് ഈ മൊത്തത്തിൽ ഈ വരുന്ന 114 മണ്ഡലങ്ങളിലുള്ളത്. ഇവിടെയെല്ലാം സ്വാധീനിക്കുന്ന ഒരു വിഷയം രാമക്ഷേത്രമാണ്. ഇപ്പോൾ ബീഹാറിലായിക്കോട്ടെ, ഉത്തർപ്രദേശിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഹരിയാനയിലായിക്കോട്ടെ, ഇതൊക്കെ അവിടെയൊക്കെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം രാമക്ഷേത്രമാണ്. ജാർഖണ്ഡിൽ 7 സീറ്റുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ വിഷയം ഉയർത്തിക്കൊണ്ടിരുന്നു. ആ വിഷയം മാത്രമല്ല, ഇപ്പം അതിനോടനുബന്ധിച്ച് പറ്റ്നയിൽ നടത്തിയ റാലിയിൽ അമിത്ഷാ ഉയർത്തിയത് സീതയ്ക്ക് ഒരു മഹാക്ഷേത്രം വേണം എന്നാണ്. അത് ഈ പ്രധാനമായും സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ അല്ല, ആ പരാമർശവും ബുൾഡോസർ പരാമർശവും തമ്മിൽ വ്യക്തമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട പ്രതിഫലിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെയും SP-യും കൂടുതൽ വോട്ട് പിടിച്ചേക്കാം എന്നുള്ള ചില വിലയിരുത്തലുകൾ ഒക്കെ, പ്രത്യേകിച്ച് ഫൈസാബാദൊക്കെ അടക്കമുള്ള ഭാഗങ്ങളിലൊക്കെയുള്ള മുസ്ലിം വോട്ട് ബാങ്കൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അത്തരം ഒരു പ്രത്യക്ഷ പരാമർശത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നത്. അത് എങ്ങനെയാണ് SP എടുത്തിരിക്കുന്നത്? SP-യെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മവിശ്വാസമാണ് എന്ന് അഖിലേഷ് യാദവ് പറയുന്നു. അഖിലേഷ് യാദവ് പറയുന്നത് ഇങ്ങനെ ഒരു തോൽവി BJP തിരിച്ചറിയുന്നുണ്ട്, ഒരു കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട് എന്ന് BJPക്ക് മനസ്സിലായിരിക്കുന്നു. അവർ താഴേക്ക് പോവുകയാണെന്ന് BJPക്ക് തോന്നുകയാണ് എന്ന് അഖിലേഷ് യാദവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഖിലേഷിൻ്റെ വാക്കുകളിലൂടെ ഒന്ന് പോയിട്ട് चुनाव बीजेपी हार नहीं रही है। बीजेपी चुनाव हार चुकी है। उनकी भाषा से, उनके भाषण से पूरे देश की जनता जान गई है कि उनका काउंटडाउन शुरू हो गया है। जितना ऊंचाई पे उन्हें जाना था वो जा चुके हैं। अब ऊपर से लुढ़कना शुरू कर दिया उन्होंने। अब कितने नीचे जाएंगे वो खुद स्वीकार कर रहे हैं कि 400 पार, मतलब 543 सीटों में 400 के बाद जो सीटें हैं उतनी जीतेंगे। इसका मतलब वो खुद स्वीकार कर रहे हैं। ഓക്കെ, പരാജയം സമ്മതിക്കുകയാണ്, പരാജയ ഭീതിയിലാണ് BJP എന്ന് അഖിലേഷ് യാദവ് വിമർശിക്കുന്നു. ആ ഒരു അവസ്ഥ കൊണ്ടാണ് വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളിലേക്ക് BJP കടക്കുന്നത് എന്നുള്ള ഒരു വിമർശനം കൂടി അതിനകത്തുണ്ട്. ഏതായാലും ഈ ഇത്തവണ നടക്കുന്ന ഈ 5ാം ഘട്ട പ്രചരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് വരുന്നത് ഉത്തർപ്രദേശ് തന്നെയാണ് പ്രധാനമായിട്ടും. അതെ, ഉത്തർപ്രദേശ് ഒരു പ്രധാന, അല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടും 5 കഴിഞ്ഞാൽ 6ഉം 7ഉം ഘട്ടങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ തവണ 17 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അടുത്ത ഘട്ടത്തിൽ 14, ഇത്തവണ 14, അടുത്ത തവണ 14, പിന്നെ 13. അപ്പോൾ ഇനി ഒരു വലിയ ഭൂരിപക്ഷം, ഇപ്പോൾ ഇനി ഈ ഘട്ടം കഴിഞ്ഞാൽ തന്നെയും 27 മണ്ഡലങ്ങളിൽ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയം വളരെ കാര്യക്ഷമമായി ഉയർത്തുക എന്നതൊരു തന്ത്രമായാണ് ഞാൻ കാണുന്നത്. ഇതിലും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് സാരം. ഏതായാലും മറ്റന്നാൾ മെയ് 20-ാം തീയതി തിങ്കളാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നു. 5ാം ഘട്ടത്തിൽ ഏത് തരത്തിലായിരിക്കും പോളിംഗ് ശതമാനം എന്നുകൂടി രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ വിശകലനങ്ങളുമായി പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ വീണ്ടും നാളെ രാത്രി 8 മണിക്ക്. താങ്ക്സ്. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi.